ഇരിട്ടിയിൽ നിന്നുള്ള ഭാർഗവിയുടെ സാക്ഷ്യം. എനിക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രശ്നം കാരണം എൻ്റെ തൊണ്ടയ്ക്ക് വലിപ്പം വയ്ക്കുകയുണ്ടായി. ചെറിയ രീതിയിൽ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ നാൾക്ക് നാൾ തൊണ്ടയുടെ വണ്ണം കൂടുവാൻ തുടങ്ങി. ഗോയിറ്റർ എന്ന അസുഖത്തിന് സമാനമായ തരത്തിൽ എൻ്റെ തൊണ്ട കാണപ്പെട്ടു. ഇവിടെ വന്ന അച്ഛനോട് പ്രശ്നം പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കുകയും ഉമ്മയോട് തൊട്ട് വയ്ക്കുകയും ചെയ്തു. അതുവഴി എൻ്റെ തൊണ്ട പതിയെ പൂർവ്വസ്ഥിതി പ്രാപിച്ചു. ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന എൻ്റെ തൊണ്ട പഴയ രീതിയിൽ ആക്കിയെടുക്കുവാൻ സാധിച്ചത് ഈശോയുടെ സഹായത്താലാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനോടും അനുഗ്രഹിച്ച് പ്രശ്നം മാറ്റിത്തന്ന ഈശോയോടും മാതാവിനോടും ഏറെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, തൊണ്ടയിലുണ്ടായിരുന്ന ഗോയിറ്റർ മുഴ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് സുഖപ്പെട്ട് അപ്രത്യക്ഷമായതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. അത്ഭുതങ്ങളും സംഭവിക്കും കാലമല്ലോ കല്ലുവയലിൽ നിന്നുള്ള ബിന്ദുവിൻ്റെ സാക്ഷ്യം. കല്ലുവയൽ ഇടവകയിൽ നിന്നും വരുന്ന എനിക്ക് എൻ്റെ യൂട്രസിലും ട്യൂബിലും മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ആവിലായിൽ വന്ന റാംസനച്ചനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓപ്പറേഷൻ വേണ്ട, മുഴ വളരുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എൻ്റെ വാരിയലിൻ്റെ താഴെയായി 1 വർഷത്തോളമായി വേദനയായിരുന്നു. ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. ഇതെല്ലാം മാറ്റിത്തന്ന തിരുക്കുമാരനും ആവിലായിലെ അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും കോടാനുകോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന മുഴ ഓപ്പറേഷൻ ചെയ്യണ്ട എന്നും, അതുപോലെ വാരിയെല്ലിന് താഴെ ഉണ്ടായിരുന്ന മുഴ സുഖപ്പെടാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ കാസർഗോഡ് നിന്നുള്ള ഗ്രീഷ്മ സുരേഷിൻ്റെ സാക്ഷ്യം. ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചതിന്. 2019 ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സജിയേച്ചി വഴിയാണ് ഞാൻ ആവില സദത്തിൽ എത്തുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. എല്ലാ സമയത്തും ക്ഷീണവും ശാരീരികവും മാനസികവുമായി ആകെ തകർന്നിരിക്കുന്ന സമയം. ഡോക്ടർമാർ ഹാർട്ടിൻ്റെ ബ്ലോക്കും ലങ്സിൽ ക്യാൻസറും ഉണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ വിലയിരുത്തിയതിനു ശേഷമാണ് ആവിലാസനത്തിൽ വരുന്നതിനും അച്ഛനെ കാണാൻ സാധിച്ചതും. വ്യാഴാഴ്ചയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നും എടുക്കാനും സാധിച്ചു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് ക്ഷീണം മാറുകയും മനോധൈര്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. അതിനുശേഷം നടന്ന ചെക്കപ്പിൽ ഹാർട്ടിലെ ബ്ലോക്ക് പോയതായും ലങ്സിലെ ക്യാൻസർ തുടക്കമല്ലേ നീർക്കെട്ടാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുകയും ചെയ്തു. ഈശോയുടെ സമാധാനം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇത്രയും വലിയ രോഗസൗഖ്യം തന്ന ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും ഒരുപാട് നന്ദി. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഓപ്പറേഷൻ പെട്ടെന്ന് നടന്നു. ഞങ്ങളുടെ ഓരോ അവസ്ഥയിലും ബന്ധിതനായ ഈശോയും ആവിലായ അമ്മയും ഞങ്ങളെ കരം പിടിച്ച് നടത്തി. സർജറിക്ക് ശേഷം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യം മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഒരു വരുമാനമാർഗം തന്ന ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എന്നെ അറിയാവുന്ന പലരോടും രോഗികളോടും ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ നിറഞ്ഞവരെയും ഞാൻ ആവിലാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്നും 2 പേരെ ഈശോ രക്ഷപ്പെടുത്തി അനുഗ്രഹിച്ചു. വർഷങ്ങളായി കുട്ടികളിലായിരുന്ന എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ അവർക്ക് കുട്ടിയെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പറമ്പിൽ വെള്ളമില്ലായിരുന്നു. ആവിലാപ്പള്ളിയിൽ നിന്നും കിട്ടിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഴൽക്കിണർ കുഴിക്കാനും വെള്ളം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നികുതി അടച്ച രസീത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലവിൽപ്പന നടത്തി. ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ അമ്മയുടെ വിട്ടുമാറാത്ത കൈവേദന 1 വർഷത്തോളമായി തൈലം പുരട്ടി എന്നും ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലും. അതിൻ്റെ ഫലമായി കൈവേദന മാറി. എൻ്റെ അനുജന് ദുബായിൽ വെച്ച് ആക്സിഡൻറ്റ് നടക്കാനിടയായി.
ജയിലിലാവുകയും ചെയ്തു. ആവിലാപ്പള്ളിയിൽ വന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കുകയും ചെയ്തു. പറഞ്ഞ തുക അടച്ചാൽ മാത്രമേ വിടുകയുള്ളൂ എന്നും അല്ലെങ്കിൽ 3 മാസം ജയിലിൽ കഴിയണമെന്നും കോടതി വിധിച്ചു. 3 മാസം എന്നുള്ളത് ചുരുക്കി 2 മാസം ആകുമ്പോഴേക്കും ജയിൽ മോചിതനായി. എൻ്റെ അനിയനെ ആവിലാമ്മയ്ക്കും ഈശോയും അനുഗ്രഹിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസൺ അച്ഛനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, കിഡ്നിക്ക് ആദ്യം പ്രയാസമൊക്കെ കണ്ടപ്പോഴാണ് മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്തത്. ബോഡി ചെക്കപ്പ് ചെയ്ത സമയത്ത് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടെന്നും കണ്ടെത്തിയപ്പോഴാണ് അവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. അതിനുശേഷം തുടർന്ന് നടന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിൽ ഹാർട്ടിന് ബ്ലോക്ക് ഇല്ല എന്നും ശ്വാസകോശത്തിൽ ക്യാൻസർ ഇല്ല, അതൊരു തടിപ്പ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ മാത്രമാണെന്നും ഒക്കെ കണ്ടെത്താനും അങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാനും ഒക്കെ കർത്താവ് ഇടവരുത്തി. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ചുഴലിൽ നിന്നുള്ള വാസന്തിയുടെ സാക്ഷ്യം. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. 2017 മുതൽ ആവിലാപ്പള്ളിയിലെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് നല്ല നേട്ടങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു വീടില്ലാതായിട്ട് 4 സെൻറ്റ് സ്ഥലത്തിൻ്റെ പട്ടയം അച്ഛനെ കാണിച്ചു. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വീട് പാസ്സായി. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കണക്കിനുള്ള വീടായി. എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷമായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും അമ്മദ്രേസ്യയ്ക്കും കർമ്മല മാതാവിനും റാംസൺ അച്ഛനും 1 കോടി നന്ദി അറിയിക്കുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ലീലാമ്മയുടെ സാക്ഷ്യം. എൻ്റെ കൊച്ചുമകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതി എൻ്റെ മകൻ ജർമ്മനിയിൽ പോകാൻ സാധിച്ചത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയ ഒരു കാര്യം ഈശോ സാധിച്ചു തന്നു. ഈശോയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിച്ച അച്ഛനും കർമ്മല മാതാവിനും ഔസേപിതാവിനും നന്ദിയും സ്തുതിയും സ്തോത്രവും നൽകുന്നു. കരമടിച്ച് നന്ദി പറയാം. ജർമ്മനിയിൽ പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറി വിസ ലഭിക്കുകയും പോകാൻ സാധിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നെല്ലിക്കുറ്റിയിൽ നിന്നുള്ള ലീലാമ്മയുടെ സാക്ഷ്യം. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾക്ക് പഠനത്തിനായി ജർമ്മനിയിൽ പോകാൻ വേണ്ടി വിസ തടസ്സം മാറുന്നതിനായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി വിസ തടസ്സം മാറുകയും ജർമ്മനിയിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. 2-ാം കടവിടവയിൽ നിന്നുള്ള ഷൈനിയുടെ സാക്ഷ്യം. എൻ്റെ മോൻ ആൽബിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൻ നേഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ജോലി ശരിയാകുന്നില്ലായിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലിൽ കൂടി ഇൻ്റർവ്യൂവിന് പോയി. ഓരോ കാരണത്താൽ എല്ലാം മാറി മാറി പോവുകയായിരുന്നു. ആവിലായിൽ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു തിരക്ക് പിടിക്കേണ്ട, കിട്ടുമെന്ന്. 2 വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിച്ചു. 2-ാമത്തെ ആഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു നേഴ്സിംഗ് ജോലി കിട്ടാതെ നിൽക്കുന്ന 2 പേർക്ക് ജോലി കിട്ടുന്നതായി. മോനും കിട്ടി ബാംഗ്ലൂരിൽ. ഈ ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഒത്തിരി നന്ദി. ഈ ജോലി കിട്ടുവാനായി സഹായിച്ച എൻ്റെ കൂട്ടുകാരി എൽസമ്മയ്ക്കും ജിജിക്കും ഒത്തിരി നന്ദി. ഇതോടൊപ്പം തന്നെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നഴ്സിംഗ് പാസ്സായി 6 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ലഭിക്കാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ജോലി ലഭിച്ചതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പുറവയിൽ നിന്നുള്ള ജോളിയുടെ സാക്ഷ്യം. 3-4 മാസമായിട്ട് എൻ്റെ പിടലിക്കും കഴുത്തിനും പുറത്തിനും ഭയങ്കര വേദനയായിരുന്നു. ബന്ധുവിനായ ഈശോയോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേദന മാറിക്കിട്ടി. അതിന് ബന്ധുവിനായ ഈശോയോടും കർമ്മല മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. പഠിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പയ്യാവൂരിൽ നിന്ന് വരുന്ന അന്നയുടെ സാക്ഷ്യം. ഒത്തിരി നാളായി ജോലിയില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. ആവിലായിലെ അമ്മയുടെ അടുത്ത് വന്ന ശേഷം എനിക്ക് ഉടനെ അല്ലെങ്കിൽ പോലും ഒരു ചെറിയ ജോലി ലഭിച്ചു. രജിസ്ട്രേഷൻ പോലെയുള്ള ഓരോ പ്രതിസന്ധികളിൽ പിന്നെയും വന്നു തടസ്സങ്ങൾ.
പക്ഷെ അമ്മ എന്നെ കാത്തു. ഇപ്പോൾ അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ലഭിച്ചു, പുതിയ ജോലി വലുത് തന്നെ ലഭിച്ചു. കർമ്മല മാതാവിനോടും ഈശോയോടും റാംസൺ അച്ഛനോടും ഒരുപാട് നന്ദി. ഒത്തിരി നാളായി പണി ചെയ്തായിരുന്ന വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ ഞാൻ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് പൂർത്തിയാകുവാൻ അമ്മ തന്നെയാണ് സഹായിച്ചത്. ഒത്തിരി നാളായി നടക്കാത്ത സ്ഥലം വിൽപ്പന, അതും ആവിലായിലെ ഈശോയുടെ അടുത്ത് വന്ന ശേഷമാണ് നടന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഈശോ തന്നതാണ്. ഒത്തിരി കഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇവ സാധിച്ചു തന്ന കർമ്മല മാതാവിനോടും ഈശോയ്ക്കും റാംസനച്ചനും ഒരുപാട് നന്ദി. കരമടിച്ച് നന്ദി പറയാം. ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. പെരിങ്കരിയിൽ നിന്നുള്ള മിനിയുടെ സാക്ഷ്യം. എൻ്റെ മകന് ആവിലാമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിത് എഴുതുന്നത്. ആവിലാമ്മ ദീർഘനാളായി പ്രാർത്ഥനയുടെ ഫലമായി മകന് കുവൈറ്റിലേക്കുള്ള വിസ ലഭിച്ചു. എന്നാൽ ആദ്യ മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന മകൻ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മെഡിക്കൽ ടെസ്റ്റിന് മുമ്പായി അവൻ്റെ പപ്പ അച്ഛനെ പോയി കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൻ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകുകയും കഴിഞ്ഞ മാസം സെപ്റ്റംബർ 29 കുവൈറ്റിലേക്ക് പോവുകയും 30-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. കേളകത്തു നിന്നുള്ള അമ്പിളിയുടെ സാക്ഷ്യം. എനിക്ക് കുവൈറ്റിൽ പോകാനായിട്ട് വിസ തടസ്സവും പേപ്പർ വർക്കിൻ്റെ ഒത്തിരി തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ 21 ആഴ്ച ആവിലാപ്പള്ളിയിൽ വരികയും മുട്ടയിൽ വെളിഞ്ഞ് ബന്ധുവിനായ ഈശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും റാംസനച്ചനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. 27-ാം തീയതി എനിക്ക് കുവൈത്തിൽ പോകാൻ സാധിച്ചു. എൻ്റെ കാലിൻ്റെ വേദനയും മാറിക്കിട്ടി. എൻ്റെ മകൾ ഏഞ്ചലിന് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മുഖത്ത് കാൽസ്യക്കുറവിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. മാറി മാറി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ മാറും, പിന്നെയും വരും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അസുഖം മാറി. 1 വർഷത്തോളമായി മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ നേഴ്സായി ജോലി ചെയ്യുന്നു. ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാംസനച്ചനും ഒത്തിരി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. കോട്ടായിൽ നിന്നുള്ള ചിന്നമ്മയുടെ സാക്ഷ്യം. എൻ്റെ കണ്ണിന് തിമിരം വന്ന് കാഴ്ച നഷ്ടപ്പെട്ട് ചെവിയും കേൾക്കില്ലായിരുന്നു. റാംസനച്ചൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കാഴ്ചയും കേൾവിയും ലഭിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കോടാനുകോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. കണ്ണ് തെളിയാനും കാത് തുറക്കപ്പെടാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. അന്തർ കണ്ടതും മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. പെരുമ്പന്നിൽ നിന്നുള്ള ബേബിയുടെ സാക്ഷ്യം. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. എൻ്റെ മകൾ 3 വർഷമായി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ വർഷം എയ്ഡഡ് സ്കൂളിൽ സ്ഥിരം നിയമനം ലഭിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധുവിനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും ഒരുപാട് നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. ആനപ്പന്തിയിൽ നിന്നുള്ള അൻഷുവിൻ്റെ സാക്ഷ്യം. എനിക്ക് ഇത്തവണത്തെ BSc നഴ്സിംഗ് ഫസ്റ്റ് എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം ഈശോയെ. വള്ളിത്തോട്ടിൽ നിന്നുള്ള തോമസിൻ്റെ സാക്ഷ്യം. 3 വർഷം മുമ്പ് എൻ്റെ കഴുത്തിൽ ഒരു മുഴ വന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 1 വർഷമായി അവിടെ ഒരു തടിപ്പും വേദനയും വന്നു. ഞാൻ 29/9/25 ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ഉമിനീർ എൻ്റെ കഴുത്തിൽ പുരട്ടുകയും ശക്തമായി ഊതുകയും ചെയ്തു. എന്നിട്ട് തടവി നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ തടിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. വേദനയും മാറിയിരുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി പറയുന്നു. ഈശോയേ. അനിറ്റ ചാക്കോ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി ജർമ്മൻ പരീക്ഷയിൽ
4 വിഷയങ്ങളും പാസ്സാകുവാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചതിന് ബന്ധുവിനായ ഈശോയ്ക്കും പ്രാർത്ഥിച്ച റാംസനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പുറഞ്ഞാളിൽ നിന്ന് വരുന്ന രാധാനാരായണൻ്റെ സാക്ഷ്യം. എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ്റെ റൂട്ടിന് വേദന അസഹനീയമായിരുന്നു. 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചു. ഈശോയെ അങ്ങയുടെ കരുണയിൽ നിന്ന് ജപം 33 പ്രാവശ്യം ചൊല്ലി എൻ്റെ മകൻ്റെ വേദന മാറ്റിയതിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് സാക്ഷ്യവും നേർന്നു. ആവിലാമ്മയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ബന്ധുനായ ഈശോയ്ക്കും കർമ്മൽ മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഉളിക്കൽ നിന്നുള്ള അശ്വതി ശശിയുടെ സാക്ഷ്യം. കഴിഞ്ഞ 6 മാസമായി പുറത്ത് പഠനകാര്യങ്ങൾക്ക് പോകാൻ ഞാൻ ശ്രമിക്കുന്നു. അതിനായി എൻ്റെ കൂടെ നിന്ന അച്ഛനും കർമ്മലമാതാവിനും ദൈവകൃപയാൽ ഇന്ന് എനിക്ക് വിസ ലഭിച്ചു. കൂടാതെ എൻ്റെ അച്ഛൻ്റെ മദ്യപാനശീലവും മാറി. അതും ആവില മാതാവിൻ്റെ കൃപയാണ്. ലോൺ ലഭിക്കുന്നതിനും മറ്റുമുള്ള തടസ്സങ്ങൾ നീക്കി മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായതിന് നന്ദി. ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും റാംസനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിസ ലഭിക്കാൻ വിദേശത്ത് പോകാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. കരുവഞ്ചാലിൽ നിന്നുള്ള സബിതയുടെ സാക്ഷ്യം. ഞാൻ സൗദിയിലേക്ക് പോകാൻ പ്രോമെട്രിക് എക്സാം ഏപ്രിൽ 11 എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും. തടസ്സങ്ങളൊന്നുമില്ലാതെ സൗദിക്ക് പോകാനും സാധിക്കണേ എന്ന് ആവില അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 17 സൗദിയിലേക്ക് പോവുകയും 19 ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. എനിക്ക് ഞാൻ ഇരം തന്ന ആവില അമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ ഉരുൾ നേർച്ചയുടെ 3 നിയോഗങ്ങളിലൊന്ന് ജോലി തടസ്സം മാറുക എന്നതായിരുന്നു. ഈ വർഷത്തെ തിരുനാളിന് മുൻപ് അനേകം മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. വയനാട് നിന്നുള്ള ജ്യോതിമോളുടെ സാക്ഷ്യം. ഞാൻ സൗദിയിൽ 2 വർഷം നേഴ്സായി വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ വേറെ രാജ്യത്തേക്ക് നോക്കാമെന്ന് കരുതി വന്നു. എനിക്ക് USA ഒത്തിരി ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ NCLS എക്സാം പാസ്സാകണം. NCLS RN എഴുതാനോ അതാ OET IELTS എഴുതി വേറെ എങ്ങോട്ടെങ്കിലും നോക്കാനോ എന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞു, ധൈര്യമായി NCLEX പരീക്ഷ എടുത്തു, സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോ എന്ന്. അങ്ങനെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. എൻ്റെ പേപ്പർ വർക്കെല്ലാം വളരെ സ്മൂത്തായി നടന്നു. എക്സാമിന് ഡേറ്റ് എടുക്കുവാൻ നേരം ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞ പ്രകാരം ഡേറ്റ് എടുത്തു. കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ജൂലൈ 17 എൻ്റെ എക്സാം. ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുമ്പോൾ യേശുനാമം വിളിച്ച് ഈശോയെ എന്ന് പ്രാർത്ഥിച്ചാണ് സബ്മിറ്റ് ചെയ്തിരുന്നത്. ജൂലൈ 14 തിരുനാളിന് വന്ന് മുട്ടിൽ നീന്തി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ, ഇനി ഞാൻ ഈ പുണ്യഭൂമിയിൽ വരുന്ന നിനക്കായി സാക്ഷ്യം പറയാനായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ജൂലൈ 19 രാത്രി റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹത്താൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. എൻ്റെ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായി ലഭിച്ച അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. N+RN എന്ന് പറയുന്ന പരീക്ഷ പാസ്സാവാനായിട്ട് കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. മണിപ്പാറയിൽ നിന്നുള്ള എലിസബത്തിൻ്റെ സാക്ഷ്യം. 2024 ജൂൺ മാസം എൻ്റെ നടുവിന് താഴെയായിട്ട് ഒരു മുറിവുണ്ടായതായി ഞാൻ കണ്ടു. പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് അതൊരു പെലോണിഡൽ മെൻസ് സൈഡൻസ് എന്ന് അറിഞ്ഞത്. അത് ഓപ്പറേഷനിൽ കൂടി മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമായി. ഞാൻ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ആ സമയം എൻ്റെ 3ാം വർഷ നേഴ്സിംഗ് പരീക്ഷ അടുത്ത സമയമായിരുന്നു. എനിക്ക് ഒട്ടും ഇരിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇരിക്കുമ്പോൾ അവിടെ നന്നായി വേദനിക്കുമായിരുന്നു. അവിടെ നിന്ന് ബ്ലഡ് പഴുപ്പ് വരുമായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഒരു നാൾ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചും ഈശോയെ എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും ഓപ്പറേഷൻ കൂടാതെ എനിക്ക് സൗഖ്യം നൽകിയാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടുകൊള്ളാമെന്ന് നേർച്ച നേർന്നു. ഈശോയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ ആ മുറിവ് ഉണങ്ങി വന്നു. ഈശോ ഓപ്പറേഷൻ കൂടാതെ തന്നെ എന്നെ അതിൽ നിന്നും സൗഖ്യം നൽകി. അതുമാത്രമല്ല, നേഴ്സിംഗ് 3-ാം വർഷം പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹവും നൽകിയ എൻ്റെ ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും ഞാൻ 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എടൂരിൽ നിന്നുള്ള ഷൈനിയുടെ സാക്ഷ്യം. എനിക്ക് ചെവിയുടെ കർണപടത്തിന് 12 വർഷമായ ഒരു ദ്വാരമുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓക്കെ, ഇതിന് മരുന്നില്ല, ഓപ്പറേഷൻ മാത്രമാണ് മാർഗമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷന് വിധേയമായി. ആവിലായിൽ അമ്മ ത്രേസ്യയും ബന്ധുവിനായ ഈശോയുടെ അനുഗ്രഹത്താലും ഒരു തരത്തിലുള്ള സങ്കീർണതകളും വരാതെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ചെവിയിൽ പഴയതുപോലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി. എനിക്ക് സൗഖ്യം ലഭിച്ചു. 1000 നന്ദി. അതുപോലെ തന്നെ എനിക്ക് തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കുത്തിയെടുത്ത് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് പറഞ്ഞു. ക്യാൻസറിൻ്റെതായ റിപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അത് നോർമലായി റിപ്പോർട്ട് ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ആവിലായിലെ അമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കീഴ്പള്ളിയിൽ നിന്നുള്ള റോസമ്മയുടെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനാണ് ഞാൻ എഴുതുന്നത്. ഞാൻ തെന്നി വീണപ്പോൾ എൻ്റെ വലത് കൈ വാതിലിൽ ചെന്ന് അമർന്നിട്ട് കൈക്ക് നീരും വേദനയും വന്നു. ആശുപത്രിയിൽ പോയി ഞാൻ എക്സ്റേ എടുത്തു. എല്ലിന് പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 3 ആഴ്ച എൻ്റെ കൈ കെട്ടിവെച്ചു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ബന്ധുവിനായ ഈശോയോട് പ്രാർത്ഥിച്ചു. 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചും പ്രാർത്ഥിച്ചു. കരുണയുടെ പ്രാർത്ഥനയും ചൊല്ലി. കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഇടത് കൈക്കും വേദന വന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു പ്രാർത്ഥന തന്നു. ഈശോയും മാതാവും എന്നോട് ചേർന്ന് നിൽക്കുന്നുവെന്ന പ്രാർത്ഥന ചൊല്ലുവാൻ പറഞ്ഞു. എല്ലാ ദിവസവും 200 പ്രാവശ്യം ഞാൻ ചൊല്ലി. എൻ്റെ 2 കൈകളുടെയും വേദന മാറി. ബന്ധുവിനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് നേറ്റ് പറഞ്ഞ് ഈശോയും മാതാവും എന്നോട് ചേർന്ന് നിൽക്കുന്നു. ഈശോയും മാതാവും എന്നോട് ചേർന്ന് നിൽക്കുന്നു. ഉവാപ്പള്ളിയിൽ നിന്നും സതിയുടെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് തൊണ്ടയിൽ ഒരു വേദന ഉണ്ടായിരുന്നു. ഒരുപാട് ചികിത്സ ചെയ്തു. ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ആവിലാപ്പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ടു. അച്ഛന് വായിൽ നിന്ന് ഉമിനീർ തൊട്ട് തേച്ച് തന്നു. എനിക്ക് ഈ അസുഖം പിന്നീട് ഉണ്ടായിട്ടില്ല. എൻ്റെ കാലിന് വേദനയുണ്ടായിരുന്നു. കുറേ മരുന്ന് കഴിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 2 മണിക്കൂർ അൾത്താരയിൽ പോയി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന പൂർണ്ണമായും മാറി. എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത അലർജി ചുമയുമായിരുന്നു. ഞാൻ പറഞ്ഞു ചുമ കുറഞ്ഞാൽ മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഇപ്പോൾ ചുമ പൂർണ്ണമായും മാറി. സാക്ഷ്യം പറയുവാൻ താമസിച്ചതിനും അമ്മ മാതാവിനോടും ഈശോയോടും ആവില കർമ്മല മാതാവിനോടും ക്ഷമ ചോദിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും ആവില മാതാവിനും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അലീനയുടെ സാക്ഷ്യം. ഞാൻ BTH പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് MSS എന്ന വിഷയം പഠിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ ശ്രമത്തിൽ കിട്ടാതായപ്പോൾ ആവിലായിൽ അമ്മ ത്രേസ്യയോട് പ്രാർത്ഥിച്ച് അടുത്ത ശ്രമത്തിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി കിട്ടുകൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടതും നല്ല മാർക്കോടെ പാസ്സാകാനും സാധിച്ചു. 5-6 വർഷമായി ഉണ്ടായിരുന്ന തലവേദനയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തലവേദന വിട്ടുമാറി. എനിക്ക് തന്ന ഈ 2 അനുഗ്രഹങ്ങൾക്കും ബന്ധുവിനായ ഈശോയോടും ആവിലായിലെ അമ്മ ത്രേസ്യയോടും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ.
പ്രേക്ഷിതരാക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. കരിക്കോട്ടക്കരിയിൽ നിന്നുള്ള മേരിയുടെ സാക്ഷ്യം. എൻ്റെ മകനും കിട്ടിയ അനീതികത്തിന് സാക്ഷ്യം പറയുവാനാണ് ഇത് എഴുതുന്നത്. അവൻ ജർമ്മൻ B2 എക്സാം 2 ഷെഡ്യൂൾ സെപ്റ്റംബർ 3 പൂനെയിൽ വെച്ച് എഴുതുന്നുണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യത്തെ എഴുത്തിൽ തന്നെ 2 ഷെഡ്യൂളും പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ചേപ്പറമ്പിലെ ബിന്ദുവിൻ്റെ സാക്ഷ്യം. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകന് ബെൽജിയത്തിന് ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് ഫസ്റ്റ് എഗ്രിമെൻ്റ് കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു. അന്ന് വന്നില്ല. 2 ദിവസം കൂടി കഴിഞ്ഞ് ഏജൻറ്റിനെ വിളിച്ചു. വന്നിട്ടുണ്ട്, അയച്ചു തരാമെന്ന് പറഞ്ഞു. 2 ദിവസം കൂടി നോക്കി, വന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് മുട്ടിൽ വെളിഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടാവണമെന്ന് ഞാൻ സാക്ഷ്യം എഴുതിയിടാമെന്നും നേർച്ച നടന്നു. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോഴും വന്നിട്ടില്ല. ഞാൻ ആവിലായിലെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ ഈ വ്യാഴാഴ്ച ആവിലായിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ വാങ്ങി തരണമേ എന്ന്. എൻ്റെ പ്രാർത്ഥന അമ്മയോട് എനിക്ക് ചൊവ്വാഴ്ച രാത്രി ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കൊടുത്ത് എൻ്റെ മകനെ അനുഗ്രഹിച്ച ആവിലായിലെ അമ്മയും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി ലഭിക്കാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ കരമേർത്തി കരമടിച്ച് സംഭവിക്കും കാലമല്ലോ. ഉണരാ. പയ്യാവിൽ നിന്നുള്ള അനിതയുടെ സാക്ഷ്യം. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മുതൽ എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലവേദന മാറിക്കിട്ടി. കർമ്മല മാതാവിനും ആവിലായിലെ അമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കോളിക്കടയിലുള്ള ശൈലജയുടെ സാക്ഷ്യം. ആവിലായിലെ അമ്മയെ അമ്മ ത്രേസ്യായെ ബന്ധുവിനായ ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം കുറിക്കുന്നത്. എൻ്റെ അനിയത്തി നീറ്റിൽ ഒരു ദശ വളരുകയായിരുന്നു. അത് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും ഞാൻ ആവിലായിൽ വന്ന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശു പാപം നീങ്ങി സൗഖ്യം നേടി യേശുനാമത്തിൽ. എൻ്റെ പേര് ജൂണി. ഞാൻ കാഞ്ഞിരക്കുല്ലി ഇടവകാംഗമാണ്. ഏതാണ്ട് 17 വർഷത്തോളമായി ബ്ലഡിൽ അലർജിയുടെ അസുഖമായി ചികിത്സയിലായിരുന്നു. ഇരിട്ടി കാരുണ്യ ഹോസ്പിറ്റൽ, പെരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ കോയിലി ഹോസ്പിറ്റൽ, മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ, കൂടാതെ കോഴിക്കോട് സ്കിൻ റിസർച്ച് സെൻറ്റർ, ഇതുപോലുള്ള അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി ഈ 17 വർഷത്തോളം ഇങ്ങനെ കഴിയുന്നു. ഒരു ദിവസം പോലും ഗുളിക മുടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു, നമുക്കിങ്ങനെ ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോവാം, അച്ഛനെ കണ്ട് നമുക്ക് എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാവരും പറയും, നോക്കാം, നമുക്ക് മരുന്ന് കഴിക്കുമെന്ന് പറയും. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നോക്കാം എന്നല്ല പറഞ്ഞത്, തീർത്തും മാറും, മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആവിലാപ്പള്ളിയിൽ അമ്മയുടെ അടുത്തേക്ക് വരിക, 33 വ്യാഴാഴ്ച വന്ന് മുട്ടിലിഴഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. 4ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ചൂടിച്ചിലില്ല. ഇന്ന് ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല. കാണുന്നവരോടും കണ്ടുമുട്ടുന്നവരോടും ഒക്കെ എൻ്റെ സൗഖ്യം പറയുകയും അച്ഛൻ പറഞ്ഞു, വണ്ടി ഉണ്ടല്ലോ, കാറുണ്ടല്ലോ, പോരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ ഓരോ ദിവസവും ഞാനും എൻ്റെ ഭാര്യയും കൂടാതെ വേറെ 3 പേരെ ഒരാഴ്ച തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്യും. ഇന്നും എൻ്റെ കൂടെ 3 പേര് വന്നിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ചത്തേക്ക് ഇന്ന് പറഞ്ഞു വെച്ചേക്കാണ്, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നുണ്ട്, ആരോടും ഒരു പ്രതിഫലവും മേടിക്കാതെ
33 ആഴ്ചയല്ല 100 ആഴ്ചയാണെങ്കിലും വന്നാൽ എനിക്കത് മതിയാവില്ല എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രാസനച്ചനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 17 വർഷം നീണ്ടു നിന്ന ചികിത്സയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെയുള്ളത്. ഏതൊക്കെ ആശുപത്രികളാണെന്ന് ജോണിച്ചേട്ടന് തന്നെ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് ഒരവസ്ഥയായി. അവസാനം സ്കിൻ റിസർച്ച് സെന്റർ വരെ എത്തി. എന്നിട്ടും ഈ 17 വർഷത്തില് മരുന്ന് കഴിക്കാത്ത ദിവസങ്ങളില്ലാതിരുന്നു. മരുന്ന് കഴിക്കുന്നു, മാറിക്കഴിക്കുന്നു, അടുത്ത ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ പോയി അതാണ് വായിച്ചത്. കാരുണ്യ ഹോസ്പിറ്റൽ മുതൽ പിന്നെ കൊയിലി, പരിയാരം മെഡിക്കൽ കോളേജ്, മംഗലാപുരം ഫാദർ മുള്ളേഴ്സ്, കോഴിക്കോട് സ്കിൻ റിസർച്ച്, പിന്നെ എഴുതാത്ത കുറേതും, പിന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അങ്ങനെ പലതും. അങ്ങനെ ഇതെല്ലാമായിട്ടും വചനത്തിൽ വായിക്കുന്നത് പോലെ രോഗം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കയ്യിലുള്ള കാശ് മാത്രമേ കുറഞ്ഞുള്ളൂ. പോയതല്ലാതെ അവൾക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കർത്താവ് സഹോദരനെ തൊട്ട് സുഖപ്പെടുത്തി. ഒരു അച്ഛൻ 33 ആഴ്ച വരാൻ പറഞ്ഞപ്പോൾ അതുപോലെ അച്ഛൻ പറഞ്ഞു ഓരോരുത്തരെ 2-3 പേരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്, മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നത് അനുഗ്രഹത്തിന്, നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും. നമുക്ക് കൈയടിച്ച് ഉച്ചത്തിൽ കർത്താവിന് നന്ദി പറയാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം. എൻ്റെ പേര് ലയ. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് കണ്ണിന് കാഴ്ചക്കുറവാണ്. ഞാൻ കേരളത്തിൽ കാണിച്ചു. അന്നേരം പറഞ്ഞു ഡോക്ടറെ കണ്ട് തന്നെ കണ്ണട വയ്ക്കണമെന്ന് പറഞ്ഞു. ഇരിട്ടിയിൽ വന്നു. ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രി കാണിച്ചു. അവിടുന്ന് പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ ഇരിട്ടി ഐ വിഷനിൽ തന്നെ കാണിച്ചു. അവിടുന്ന് അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മാനന്തവാടിയിൽ പോയി. മാനന്തവാടിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവിടുന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കണ്ണട വയ്ക്കാനുള്ള ടെസ്റ്റിന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയില്ല. പിന്നെ ഇവിടെ വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഈശോ മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കണ്ണിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും വേണ്ടി 1000 നന്ദി. കരമടിച്ച് കർത്താവ്. പ്രിയപ്പെട്ടവരെ, കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ആശുപത്രിയിൽ പോവുകയും ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും വേറൊരു സ്ഥലത്ത് നിന്ന് ഗ്ലാസ് വെക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ കണ്ണിന് നേരത്തെ ഉണ്ടായിരുന്ന, അതിനുശേഷം പിന്നെ അവർ ആശുപത്രിയിൽ പോയി പരിശോധിച്ചിട്ടില്ല, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി എന്ന് സാക്ഷ്യപ്പെടുത്താനാണ് അവർ വന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ശ്രീകല. ഞാൻ വളയങ്കോട് നിന്ന് വരുന്ന. എനിക്ക് വയറുവേദനയെ തുടർന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണമെന്നും വയറ്റിൽ മുഴയിൽ വെള്ളം കെട്ടി കിടക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവിടുത്തെ സാറിനോട് പറഞ്ഞു ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുക. ഞാനിവിടെ വരികയും പിറ്റേന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അതിൻ്റെ ഫലമായി ഇന്നലെ എല്ലാ റിസൾട്ടിലും നോർമലാകുകയും ചെയ്തു. ഓപ്പറേഷനും മരുന്നും ഒന്നും ഇപ്പം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ആവിലയിലെ അമ്മ ത്രേസ്യക്കും ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പരിശോധനയിൽ, അതായത് 2-ാം തീയതി അല്ലേ, 2-ാം തീയതി ഒക്ടോബർ 2-ാം തീയതി നടത്തിയ ആദ്യത്തെ പരിശോധനയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നും യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് വയറ്റിലുള്ള ഫ്ലൂയിഡ് റിമൂവ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം
4-ാം തീയതിയും 6-ാം തീയതിയും വീണ്ടും ഡോക്ടറെ കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പറേഷൻ്റെ ആവശ്യം ഇല്ല എന്ന്, അതായത് 2-ാം തീയതി പോയി ആദ്യം പരിശോധിച്ചു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം 3-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 4-ാം തീയതി വീണ്ടും ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വിധത്തിൽ വലിയൊരു സൗഖ്യം സഹോദരിക്ക് കർത്താവ് നൽകിയതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ശ്രീകല എന്നാണ് പേര്. ഇവിടെ അടുത്താണ് വീട്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് സിനി, പേരട്ട ഇടവകയിൽ നിന്ന് വരുന്നു. മാസം മുമ്പ് എൻ്റെ ഇടത്തെ ബ്രസ്റ്റിലൊരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു, അത് മുഴ എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല. ഞാൻ 2 വ്യാഴാഴ്ച ഇവിടെ പള്ളിയിൽ വന്ന് മുട്ടകൾ വലിഞ്ഞും ബന്ധിതനായി ഈശോൻ്റെ രൂപത്തിൽ പ്രാർത്ഥന കെട്ടിയിട്ടും പ്രാർത്ഥിച്ചു. കൂടാതെ അച്ഛനെ കണ്ട് ഒരു തിങ്കളാഴ്ച വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആ മുഴ അവിടെ ഉണ്ടോ എന്ന് നോക്കിക്കി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ബ്രസ്റ്റിൽ ആ മുഴയില്ലായിരുന്നു. പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ പോയി പിറ്റത്തെ ആഴ്ച പോയി സ്കാൻ ചെയ്തു. ഡോക്ടറുടെ അടുത്ത് കൊണ്ട് സ്കാൻ റിപ്പോർട്ടും കൂടി വന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഏത് പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചത്. വേറെ ഒന്നും ഡോക്ടർ എന്നോട് ചോദിച്ചില്ല, പ്രാർത്ഥിച്ചു ഒന്നൊന്നും ചോദിച്ചില്ല. ഏത് പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബന്ധിതനായ ഈശോൻ്റെ ആവില പള്ളിയിൽ ഇടൂർ പോയി പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. നീ പോയി ധൈര്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു, അമ്മഴി അവിടെ ഇല്ല, മാറി കിട്ടിയെന്ന് പറഞ്ഞു. ആവിലയിലെ മത്രേസ്യായിക്കും ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് ഓഗസ്റ്റ് മാസം 30-ാം തീയതി ചെയ്ത സ്കാൻ റിപ്പോർട്ടാണ്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി ചെയ്ത സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ഏത് വശത്താണ്? ലെഫ്റ്റ് അല്ലേ? ഇടത് വശത്താണ് മുഴ ഉണ്ടായിരുന്നത്. ഒരു 10 o'clock പൊസിഷനിൽ ഉള്ള ഒരു മുഴയാണ്. 9 to 10 o'clock പൊസിഷൻ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം 22/9, അതായത് സെപ്റ്റംബർ മാസം 22-ാം തീയതി വീണ്ടും ചെന്ന് പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നും അത് കൂടുതൽ പരിശോധനക്കൊക്കെ അയക്കണമെന്നും പറഞ്ഞ മുഴയാണ് അല്ലേ? എടുത്ത് കളയണം എന്ന് പറഞ്ഞിരുന്ന മുഴ അവിടെ ഇല്ല എന്ന് ഉള്ള റിപ്പോർട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത റിപ്പോർട്ടിലുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മരുന്നോ ലേപന ഔഷധങ്ങളോ ഓപ്പറേഷനോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോൺസൺ, വീട് വളയംകോടാണ്, വെളിമാനം ഇടവക അംഗമാണ്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് എൻ്റെ ഇടത് ഷോൾഡറിന് ഒരു പെയിൻ വരികയുണ്ടായി. അതൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. ഞാൻ തൊട്ടടുത്തുള്ള ചേട്ടനെ ഞാൻ വിളിച്ചു, ചേട്ടാ എനിക്ക് കൈ അനക്കാൻ പറ്റുന്നു, ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് പോകാം. ചേട്ടൻ്റെ മകൻ വന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇതുപോലെയാണ് കിടക്കുന്നത്. കാരണം വെച്ചാൽ ഇങ്ങോട്ടൊന്ന് തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥ. ചേട്ടൻ മകൻ ഇതിലുള്ള എല്ലാ ഹോസ്പിറ്റലും വിളിച്ചു. ആ സമയത്തൊന്നും അവിടെ ഡോക്ടർമാരില്ല, ഓർത്തോ ഡോക്ടർമാരില്ല. അങ്ങനെ നിഖിൽ ഡോക്ടർ ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ അവിടെ ഡോക്ടറുണ്ട്. ഉടനെ തന്നെ ആ കൊച്ച് എൻ്റെ വണ്ടി എടുത്ത് അവിടെ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ജോലി? ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ഉണ്ടായിരുന്നു, റിസൈൻ ചെയ്തു, ഇപ്പോൾ വീട്ടിലെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, റബ്ബർ വെട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അതൊക്കെ ഒഴിവാക്കിയോ, നിങ്ങളുടെ അവിടെ ഒരു ചെറിയൊരു ക്രാക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം പോയി, കാരണം എൻ്റെ മനസ്സമാധാനം എല്ലാം പോയി. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യും, കുറച്ച് നാളത്തേക്ക് ഗുളിക കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ 1 മാസം ഗുളിക തന്നു. ഞാൻ 2-3 ദിവസം കഴിച്ചു, പെയിൻ കില്ലറാണ്, ഞാനത് മാറ്റി. എന്നിട്ട് പിന്നെ ഞാൻ ആയുർവേദത്തിലേക്ക് മടങ്ങി. വെളിമാനത്തൊരു വള്ളിത്തോടൊരു വൈദ്യനെ കാണിച്ചു.
പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇത് തീരുമാനമൊന്നും പറ്റത്തില്ല, കെട്ടാനും പറ്റത്തില്ല, ഞാനൊരു മരുന്ന് തരാം, അത് അരച്ച് അത് ഇവിടെ ഇട്ടുകൊണ്ട് ഒരു 3 മാസം ഇരിക്കാൻ പറഞ്ഞു. ഞാനൊരു 3 മാസം ഇരുന്നു. വേദനയ്ക്ക് വളരെ ശമനമുണ്ടായി. ഞാൻ പിന്നെയും റബ്ബർ വെട്ടാൻ തുടങ്ങി. പിന്നെയും വേദന കൂടി. ഞാൻ ആ റബ്ബർ മുറിച്ച് കളഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഓണത്തിൻ്റെ വെക്കേഷനിൽ വീട്ടിലേക്ക് പോയി. കാസർഗോഡ് ഇവിടെ കർണാടകത്തിലാണ്. ഏകദേശം 200 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം എനിക്ക് അവിടെ എത്താൻ. തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം തുള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ആ പെയിൻ വരാൻ തുടങ്ങി. കാരണം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ഈ കൈയൊന്നും ഉയർത്താൻ പറ്റുന്നില്ല. വീടിന് ഒരു 4 മണിയപ്പോഴാണ് ഞാൻ അവിടുന്ന് യാത്ര ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ഒരു 4.5 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഞാൻ റോഡ് സൈഡിലൊക്കെ നിർത്തിയാണ് വരുന്നത്. വേദന കൊണ്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല, കരയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പപ്പ വിളിക്കും, മക്കൾ വിളിക്കും, എവിടെയൊക്കെ എത്തി നിൽക്കും. ഞാൻ പറയും ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കുമ്പോഴെല്ലാം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പയും അമ്മയും ചോദിക്കും എന്താണ് നിനക്ക് ചായ കുടി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ 9 മണിക്കൂർ എടുത്ത് ഞാൻ വീട്ടിൽ വരാനായിട്ട്. ഞാൻ വന്നപാടെ കിടന്നു. വൈഫ് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വേദന ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരത്തി പിറ്റേ ദിവസം ജോലിക്ക് പോയി, ടീച്ചറാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പോയി എടൂർ പോയിട്ട് ഞാൻ ഒരു വൈദ്യരെ കാണിച്ച് കെട്ടിച്ചു. 5 ദിവസം ഞാൻ ഇതിങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പള്ളി പോകാൻ പറ്റുന്നില്ല. എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഇവിടെ ദിവ്യയിൽ പങ്കെടുക്കുന്ന ഒരു ആളാണ്. പറ്റുന്നില്ല. ഞാൻ 5 ദിവസം കഴിഞ്ഞു. ഇപ്പം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് പാല് പഠിക്കാൻ പോയി. ചേട്ടൻ ഇതെല്ലാം കൈക്കെല്ലാം നീര് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴെല്ലാം കൈയെല്ലാം നീര് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഏകദേശം ഒരു മന്ത് പിടിച്ച പോലെ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അതിൻ്റെ കൈക്കെല്ലാം നീര് വെച്ചുകൊണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ണൂർ ഹോസ്പിറ്റലിൽ പോവാം, അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടറെ അവിടെ മിംസിൽ പോയി MRI എടുത്തു. MRI എടുത്ത് 2 ദിവസം കഴിയണം. റിപ്പോർട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നു. ഡോക്ടർ എന്നോട് പിന്നെയും ചോദിച്ചു എന്താണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു കൃഷിപ്പണിയാണ്, നിങ്ങൾ ഇനി കൃഷിപ്പണിയൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് കൈക്ക് പൂർണ്ണമായിട്ട് റെസ്റ്റാണ് വേണ്ടത്. നിങ്ങളുടെ അകത്തെ ലെഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, ഒരു ഭാഗം വെളുത്തിരിക്കുന്നു, അത് എവിടെയോ തറഞ്ഞു കയറിയിട്ടുണ്ട്, അതാണ് നിങ്ങൾ കൈ പൊക്കുമ്പോൾ ഈ എന്തോ ഒടിയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കറിയാം കൈ പൊന്തിക്കുമ്പോഴെല്ലാം ഇതിനകത്തുനിന്ന് ഈ വിറകം പൊടിക്കുന്ന ഒരു സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. ആ സമയത്ത് ഇതെല്ലാം വേദന വരും. ഞാൻ എന്ത് ചെയ്യാനും ഡോക്ടർ 1 മാസത്തെ മരുന്ന് തന്നു. ഞാൻ 10 ദിവസത്തെ മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു. കാരണം വെച്ചാൽ എൻ്റെ ശരീരത്തേക്കാൾ കൂടുതൽ മാനസികമായിട്ടാണ് എനിക്ക് തളർച്ച സംഭവിച്ചത്. ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരേ കിടപ്പാണ്. വൈഫ് പറയുന്നുണ്ട് നമുക്ക് മംഗലാപുരത്ത് പോവാം. ഞാൻ പറഞ്ഞു മംഗലാപുരത്ത് ഒന്നും പോകണ്ട. കാരണം വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ വന്നിട്ടില്ല. കാരണം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കീഹോൾ സർജറി ചെയ്യണം. കീഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ 2 മാസം ഫിസിയോതെറാപ്പി ചെയ്യണം. അങ്ങനെ 1 വർഷം ഞാൻ ഇങ്ങനെ അടങ്ങാതെ ഇരിക്കണം. കാരണം എന്നെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമില്ല. ഞാൻ വേറെ ഡോക്ടർമാരെ എല്ലാം വിളിച്ച് എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് എൻ്റെ ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരത്തി വേറെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, ഇതിന് സർജറി അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല, ഇത് നിങ്ങൾ അനങ്ങാതെ ഇരിക്കുക, അതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ യാതൊരു ഗ്യാരണ്ടിയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദത്തെ കാണിച്ചു. അപ്പോഴും അത് ആയുർവേദം അത് തന്നെയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പാകപ്പെടുത്താനാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം അച്ഛനെ കാണാൻ വരുമ്പോൾ അച്ഛനൊന്നും ഇവിടെ ഇല്ല. എല്ലാ ദിവസവും രാവിലെ വരും. അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൻ്റെ ഓരോ പരിപാടിയായിട്ട് ചെമ്പരിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശനിയാഴ്ച ഏതായാലും അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന് ഞാൻ ഇവിടെ ഇരുന്നു. കുർബാനയെല്ലാം കഴിഞ്ഞു. അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ ആരോഗ്യമൊക്കെ വളരെ മോശമാണ്. എന്താ പറ്റിയത്? എൻ്റെ ലിഗമെൻ്റൊക്കെ പൊട്ടിയിരിക്കുകയാണ്, തീരെ പറ്റിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാം. എനിക്കൊരു പ്രാർത്ഥന തന്നു. ഈശോ നിൻ്റെ കൂടെയുണ്ട്, നിന്നോട് ചേർന്നിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനൊരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു, പ്രാർത്ഥിച്ചു. അച്ഛൻ കാപ്പി കൂടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ആൾക്കാർ വേറെ സഹോദരിമാരുണ്ട്, അവരെല്ലാം കണ്ട് ഞാൻ അച്ഛൻ്റെ കയറിയെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പേ അച്ഛൻ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എന്താണ്, എനിക്ക് നടുവേദനയുണ്ടായിരുന്നു, കഫക്കെട്ടുണ്ടായിരുന്നു, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു. ഇതെല്ലാം അച്ഛൻ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. കാരണം വെച്ചാൽ എനിക്കുള്ള സൗഖ്യം ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. അച്ഛൻ എന്നോട് പറഞ്ഞു ഇരുന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ കൈ അനക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇവിടെ വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചു. കൈ അനക്കാൻ പറഞ്ഞു. ഞാൻ കൈയൊക്കെ അനക്കി, ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. കൈ പൊക്കാൻ പറഞ്ഞു. ഇത്രയും പൊക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു വേദനയുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേദനയുണ്ട് അച്ഛാ പറഞ്ഞു. കൈ താത്താൻ പറഞ്ഞു. പിന്നെയും പ്രാർത്ഥിച്ചു.
അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഉമ്മതിയുടെ അടുത്ത് എൻ്റെ കൈ നിന്നിട്ട് പറഞ്ഞു അവിടെ പെരട്ടാൻ പറഞ്ഞു. ഞാൻ അവിടെ ഷർട്ട് ഊരി അവിടെ പെരട്ടി, എന്നിട്ട് കൈ കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കൈ പൊക്കാൻ പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ട് കൈ പൊന്തിച്ചു. എനിക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു കൈ കൊട്ടാൻ പറഞ്ഞു. ഞാൻ ചാടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് കൈ കൊട്ടാൻ പറഞ്ഞു. ഞാൻ ചാടി. കാരണം ആ സമയത്ത് എനിക്കൊരു ഭയങ്കര പിടുത്തമുണ്ടായിരുന്നു. ഞാൻ ഒരു 10-20 പ്രാവശ്യം ചാടി കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവേദനയൊക്കെ എതിലൊക്കെയോ പോയതുപോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് എന്നോട് അച്ഛൻ പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച സാക്ഷ്യം പറയണം. വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ അമലയിൽ നിന്ന് ഞാൻ എക്സ്റേ എടുത്തു. ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്നെക്കൂടി ചെയ്തു. അവിടെ പിടിച്ച് ഞെക്കുന്നു, ഇവിടെ പിടിച്ച് ഞെക്കുന്നു, അതെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കൊന്ന് എക്സ്റേ എടുക്കണം, എക്സ്റേ എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ മനസ്സോടെ എക്സ്റേ എഴുതി തന്നു. എക്സ്റേ എടുത്തു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്തൊന്നും ഞാനൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല, നിങ്ങൾ വെറുതെ എന്തിനാ ഈ കാശൊക്കെ കളയുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ മരുന്ന് എഴുതി തന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്നെ തന്നെ മറന്നുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തന്നെ എന്തോ ഒന്ന് ആ പ്രാർത്ഥിക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ ഒന്ന് വലയം ചെയ്യുന്ന പോലെ, എന്നെ എന്തോ ഒന്ന് പൊതിയുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ കൊണ്ട് പൊതിഞ്ഞു. ഞാൻ നോക്കി ചുറ്റും കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. കൊച്ചു മോൻ മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തൊരു കുളിര് പോരാൻ തുടങ്ങി. ആ കുളിര് പോരുമ്പോൾ തന്നെ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്നു ജോൺസൺ എന്ന മകൻ്റെ വലത് ഷോളറിന് ഈശോ തൊട്ട് ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ എൻ്റെ ഈ കൈക്ക് ബലം കിട്ടിയിരിക്കുകയാണ്. ഈശോയെ അങ്ങേക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ തെരേസയ്ക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റബ്സന്നച്ചനും ഞാൻ 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഷോൾഡറിൻ്റെ അകത്തുള്ള ലിഗമെന്റ് പൊട്ടിയിരിക്കുകയാണ് എന്നതിൻ്റെ MRI സ്കാൻ റിപ്പോർട്ടും അതിൻ്റെ CD ഒക്കെയാണ് ഇവിടെയുള്ളത്. അതുപോലെ അതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത എക്സ്റേ ആണ് ഇവിടെയുള്ളത്. ഈ സഹോദരന് കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകുകയും ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ബലപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അമ്മ തെരേസയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിന് നന്ദി പറയാം. സർജറി ചെയ്യണമെന്നും 6 മാസം അനങ്ങാതിരിക്കണമെന്നുമൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് കർത്താവ് ഒരു ദിവസം കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലിരിക്കാൻ നമ്മൾ മനസ്സിൽ കാണിക്കുമ്പോൾ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മെ തൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സുഖപ്പെടുത്തും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും